പഠനം ഒഴിവാക്കി പിരിവിന് നടക്കുക. അപ്പം അങ്ങനെ കുട്ടികളെ റെസിറ്റ് ബുക്ക് എടുത്ത് പറഞ്ഞേക്കെ. ഒരു ചെറിയ മോനെ ഞാൻ കണ്ടു റെസിറ്റ്, കുട്ടിക്ക് ആകെ 9-10 വയസ്സായിട്ടുള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അവനെ പരിചയപ്പെട്ടു കഴിഞ്ഞ ആഴ്ച ഇവിടെ ദുബൈക്ക് പോകുന്നതിന് മുമ്പ്. അപ്പോൾ കുട്ടി വന്നിട്ട് പരിചയപ്പെട്ടു, ഉസ്താദേ എനിക്ക് റെസിറ്റ് ബുക്ക് ഉണ്ട്. ഞാൻ ആയിക്കോട്ടെ മോനെ എന്താ അത്? അപ്പോൾ നോക്കുമ്പോൾ ഏതൊരു ദർസിൻ്റെ ഏതൊരു എത്തിങ്ങാൻ്റെ എന്തൊരു റെസിറ്റ് ബുക്കാണ്. ഉസ്താദിനെ ഞാൻ ആദ്യം ഉദ്ഘാടനം കഴിക്കട്ടെ, ഞാൻ കഴിച്ചൊന്ന് എഴുതിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ മോനെ ചോദിക്കുമ്പോൾ പഠിക്കാറില്ലേ? പഠിക്കണം. ഇപ്പം നിങ്ങൾ റെസിറ്റ് ബുക്കായിട്ട് പോവുകയാണ്, പുസ്തകം ഏൽപ്പിച്ചതാണ്. ഇതൊരു വലിയ ആ കുട്ടിയോട് ഞാനൊന്നും പറഞ്ഞില്ലേ, കുട്ടിക്ക് വിഷമമായി പോകണ്ടെന്ന് വിചാരിച്ച്. പക്ഷേ മുദരിസുമാർ മനസ്സിലാക്കണം, കുട്ടികളെ ഇങ്ങനെ ഓരോ പരിപാടികൾക്ക് പ്രോഗ്രാമിന് പറഞ്ഞൊക്കെ മുമ്പിൽ കസേര നിരത്താൻ വേണ്ടി മുത്താലിമികളെ കൊണ്ടുപോയി ഇരുത്തുക. അവർ പഠിക്കേണ്ട സമയത്ത് അവർ റെസിറ്റ് ബുക്കായിട്ട് ഇറക്കി വിടുക, വീട് വിടാന്തരം കയറുക. എപ്പോഴും പിന്നെ അവരെ പഠിക്കുക. നേതൃത്വം കിട്ടുന്നതിൻ്റെ മുമ്പ് പഠിക്കണം. കാരണം നേതൃത്വം കിട്ടിയവനെ പഠിക്കാൻ സമയം ഉണ്ടാവില്ല, അല്ലെ അധികാർക്കും അതിന് പറ്റാറില്ല. അങ്ങനെ ആയിക്കഴിയുമ്പോൾ തിന്മകളെ തിരുത്താനുള്ള അവസരങ്ങൾ ഉണ്ടാവില്ല. അത് വലിയൊരു ദുരന്തമാണ്. അതുകൊണ്ട് നേതൃസ്ഥാനത്തേക്ക് വരുന്നതിന് മുമ്പ് അറിവുകൾ നേടിയെടുക്കണം. അറിവുകൾ നേടുന്നതിന്റെ മുമ്പ് നിങ്ങൾ നേതൃസ്ഥാനത്തേക്ക് ചെല്ലരുത് എന്നാണ് മഹാന്മാരായ സ്വഹാബിമാരുടെ നിർദ്ദേശം. അത് നബി തങ്ങളിൽ നിന്ന് അവർ പഠിച്ചതാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.